വീണ വിജയൻ ഇന്ന് ഹാജരാകില്ല എന്ന് ഇഡിയെ അറിയിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഇന്ന് ഹാജരാകാൻ പറഞ്ഞ് അവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. വീണ്ടും ഒരു നോട്ടീസ് അടുത്ത ബുധനാഴ്ച 17-ാം തീയതി ഹാജരാകാൻ ഇഡി വീണ്ടും നോട്ടീസ് കൊടുത്തു. അതിന് മറുപടിയായിട്ട് അവർ അന്വേഷണവുമായിട്ട് സഹകരിക്കാം, ആവശ്യമായ റെക്കോർഡുകൾ വക്കീൽ മുഖേന ഹാജരാക്കാം എന്ന് പറഞ്ഞു. അത് ഇഡി അംഗീകരിച്ചില്ല. റെക്കോർഡുകൾ നിങ്ങൾ തന്നെ ഹാജരാക്കണം, വക്കീൽ മുഖേനയല്ല അത് ഹാജരാക്കേണ്ടത്. കാരണം പണം എങ്ങോട്ട് പോയി, ആർക്ക് കൊടുത്തു എന്നൊക്കെ ഓറലായിട്ട് അവരുടെ മൊഴി വേണം. അതിനാണ് അവർക്ക് നോട്ടീസ് കൊടുത്തത്. അവർ ബുധനാഴ്ചയും ഹാജരാകുന്നില്ലെങ്കിൽ പിന്നീട് ഇഡി അറസ്റ്റ് വാറണ്ടിലേക്ക് പോകും. ഏതായാലും ആ ഇഡിയുടെ മുമ്പിൽ ഹാജരായി അവർ ചോദിക്കുന്നതിന് സമാധാനം പറയുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നിങ്ങൾ ആധാരമാക്കുന്ന റെക്കോർഡുകൾ അവരെ ഏൽപ്പിക്കുക. അതോടൊപ്പം തന്നെ തൃപ്തികരമായി മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ നടപടികൾ ശക്തമായിട്ട് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിൻ്റെ കാരണം പണം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം വ്യക്തമായി പറയണം. അത് ആർക്ക് കൊടുത്തു, ആര് മുഖേന പോയി എന്ന്, എന്ത് പർപ്പസിന് പോയി എന്ന്, അതിലേതെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഫിസ്കേറ്റ് ചെയ്യും, അത് പിടിച്ചെടുക്കും ഇഡി. കാരണം കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോയത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ തീർച്ചയായിട്ടും ഈ പണം വന്നത് എന്ത് പർപ്പസിനാണ് വീണ വിജയൻ ഈ പണം കൊടുത്തത്, അത് വ്യക്തമായി പറയാൻ വീണ വിജയനും കഴിയില്ല. അതുപോലെ തന്നെ കരിമണൽ കർത്തായുടെ അവർക്കും കഴിയില്ല, അദ്ദേഹത്തിൻ്റെ മകനും കഴിയില്ല. അതുകൂടാതെ അവർ ഒരു 50 ലക്ഷം രൂപ ലോണായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. 2,78 ലക്ഷം രൂപയുടെ കണക്കൂടെ ബോധിപ്പിക്കണം. അത് തൃപ്തികരമായി ബോധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് ഇഡി പോകും. അടുത്ത ബുധനാഴ്ച ഹാജരാകുന്നതാണ് നല്ലത്. ഹാജരായിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ റെക്കോർഡുകൾക്ക് വീണ്ടും സമയം ചോദിക്കാം. സമയം നീട്ടിക്കിട്ടുമെന്നല്ലാതെ ആത്യന്തികമായി വീണ വിജയന് അവരുടെ മുമ്പിൽ ഹാജരായേ പറ്റുള്ളൂ, അതിന് വിശദീകരണം കൊടുത്തേ പറ്റുള്ളൂ. ആ പണം എങ്ങോട്ട് പോയെന്നുള്ള കാര്യം സത്യം ഇനി വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് കാര്യമെത്തി വലിച്ചു നീട്ടിയിട്ട് കുറച്ചുകൂടെ സമയം ലഭിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് കാര്യങ്ങളൊന്നും നീങ്ങില്ല. അതേസമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റെക്കോർഡുകൾ അവർ തന്നെ ഹാജരാക്കണമെന്നാണ്. അത് വക്കീൽ മുഖേന ഹാജരാക്കുന്ന പരിപാടി നടക്കില്ല, നിങ്ങൾ തന്നെ ഹാജരാക്കി അത് വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഡോക്യുമെൻ്റ് ഹാജരാക്കുന്നത് വക്കീലന്മാർക്ക് സാധിക്കുമെങ്കിലും വിശദീകരണം നൽകാൻ ഈ മാറ്ററുമായിട്ട് നേരിട്ട് ബന്ധം വീണ വിജയനാണ്. അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനം അത്ര സുഖകരമല്ല. വീണ വിജയനെ തീർച്ചയായിട്ടും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഇഡിക്ക് കഴിയില്ല, അറസ്റ്റിലേക്ക് തന്നെ പോകും. പണം ആർക്ക് പോയി, അത് എങ്ങോട്ട് പോയി എന്ന് വെളിപ്പെടുത്തുമ്പം തീർച്ചയായിട്ടും ആ പണം കൈപ്പറ്റിയവരെയും തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഡിയുടെ കേസുകൾ എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടിലാണ്. അതാണ് സ്പെഷ്യൽ കോർട്ട്. അവിടുത്തെ ജഡ്ജ് സുരേഷ് ബാബു VPM അദ്ദേഹമാണ് പരിശോധിക്കുന്നത്. നേരത്തെ ഈ കോടതിയിലെ 134 ഡോക്യുമെൻ്റ് SFIയുടെ ഇവർക്ക് ഇഡിക്ക് അന്വേഷണമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അത് കൊടുക്കാൻ അനുവദിക്കുകയും ആ റെക്കോർഡ് ഇഡി കൈവശപ്പെടുത്തുകയും ചെയ്തു. അതേസമയത്ത് ഇഡിയുടെ ഈ സെർച്ചിലും കരിമണൽ കർത്തായുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവിടുത്തെ സെർച്ചിൽ ഏകദേശം വളരെയധികം ഡോക്യുമെൻറ്റുകളും ഡീറ്റെയിൽസ് അവർക്ക് ലഭിച്ചിരുന്നു. 18 കോടി ചില്ലുവാനും രൂപയുടെ 242 ഫയലുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചില എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റിയും ചോദ്യങ്ങളുണ്ടാവും. കരിമണൽ കർത്തായുടെ
സ്ഥാപനം 1600 കോടി രൂപയുടെ കരിമണൽ വിറ്റു എന്നാണ് വരുന്ന വാർത്തകൾ. അതുകൊണ്ട് അത് രാഷ്ട്രീയപരമായി നേരത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കരിമണലെ ഖനനം 2019 നിർത്തിക്കൊണ്ട് ഉത്തരവിട്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് കരിമണൽ ഖനനം ചെയ്യാനായിട്ട് അനുവദിക്കുകയും 2021 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. 1600 കോടി രൂപയുടെ കരിമണൽ ഇവിടെ നിന്ന് കടത്തി ആ കാലഘട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഈ പണം എങ്ങോട്ട് പോയി എന്ന് കരിമണൽ കർത്ത കൃത്യമായിട്ട് പറയേണ്ടി വരും. ആർക്കൊക്കെ കൊടുത്തു, അവർ ഈ പണം എങ്ങോട്ട് വിനിയോഗിച്ചു, ഫോറിൻ കൺട്രിയിലോട്ട് പോയിട്ടുണ്ടോ? അത് തന്നെയല്ല, ആ EDയുടെ ആക്റ്റിലെ ഫുജിറ്റേറ്റീവ് എക്കണോമിക്സ് ഒഫൻസ് ആക്ട് 2018 പരിധിയിൽ ഇത് വരുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. കാരണം 1600 കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നതിൽ 100 കോടിക്ക് വെളിയിലോട്ട് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ FEO ആക്ട് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഫുജിറ്റീവ് എക്കണോമിക്സ് ഒഫൻസ് ആക്ട് 2018 100 കോടിക്ക് വെളിയിലുള്ള ട്രാൻസാക്ഷന് ഈ ഫുജിറ്റീവ് ആയിട്ടുള്ള കള്ളക്കളികളായിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ള ആ നിയമത്തിൻ്റെ പരിധി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 18 കോടി രൂപയുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. 272 ട്രാൻസാക്ഷനും ഡോക്യുമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനും തീർച്ചയായിട്ടും കരിമണൽ കർത്തായും അതോടൊപ്പം ആ പണത്തിൻ്റെ ഷെയർ കൈപ്പറ്റിയവരും സമാധാനം ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള പിണറായി വിജയൻ്റെ മകള് വീണ വിജയൻ്റെ യാത്ര അത്ര സുഗമമല്ല. മുന്നോട്ട് നിയമപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്.